ഹലോ. എനിക്ക് ഓഫ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഇത് പോസ്റ്റ് ചെയ്യുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയാം. അതിൻ്റെ മൂഡ് അനുസരിച്ചിരിക്കും. പിന്നെ ഇന്ന് ഞാൻ എപ്പോഴും ഓർക്കും, നാട്ടിലായിരുന്ന സമയത്ത് ഞാൻ ഹസ്ബൻഡും ഞാനും എന്താ പറയുക, എപ്പോഴും നമ്മൾ മാക്സിമം നമ്മൾ എപ്പോഴും ഒരുമിച്ച് സമയം സ്പെൻഡ് ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും റിസൈൻ ചെയ്ത് ഒരു വർഷം, ആ രണ്ടുപേരും ഒരു വർഷത്തോളം ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ ഒരു വർഷവും വീട്ടിൽ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. അതിനു മുമ്പ് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുമായിരുന്നു, അവിടെ ആയിരുന്നു എനിക്ക് ജോലി, ഞാൻ റിസൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ റിസൈൻ ചെയ്തിട്ട് രണ്ടുപേരും റിസൈൻ ചെയ്താണ് ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിൽ എത്തുന്നതും ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനും പിന്നെ സിനിമ കാണാനും ഇതൊക്കെ എനിക്കിപ്പം സത്യം പറഞ്ഞാൽ മിസ് ചെയ്യുവാണ്. എന്താ പറയുക, ഹീസ് മൈ വണ്ടർഫുൾ ഹസ്ബൻഡ്. എന്താ എൻ്റെ എല്ലാമാണ്, എന്നെ സപ്പോർട്ടീവാണ്. എന്നെ ഇന്ന് ഞാൻ ഇത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ ഇച്ചയുടെ ബർത്ത്ഡേ ആണ്. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പുള്ളി എന്നെ ഒരുപാട് മിസ് ചെയ്യുന്നു. എന്നോട് പറയും, ഡയോ കുറേ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് നിന്നെ. എനിക്കും അതുപോലെ തന്നെ മിസ് ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ കോൾ ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവിടെ പുള്ളിക്ക് എന്താ ഉറങ്ങുന്ന സമയമാവുന്നത് വരെയും ഞാൻ കോൾ ചെയ്ത് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ചിട്ടാണ് ഞങ്ങൾ എന്നും കോൾ കട്ട് ചെയ്യാറുള്ളത്. ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോഴും അതുപോലെ തന്നെ എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് സ്നേഹിക്കുകയും എൻ്റെ എല്ലാ ഡൗൺ ആയിട്ടുള്ള എല്ലാ സന്ദർഭങ്ങളിലും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എല്ലാം എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിക്കാരനാണെങ്കിൽ എന്താ പറയുന്നത്, എനിക്ക് പറയാൻ വാക്കുകളില്ല. എനിക്കിങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല സത്യം പറഞ്ഞാല്. എനിക്ക് ഇപ്പൊ ഞാൻ ഇങ്ങനെ ആരുമില്ല എൻ്റെ റൂമിൽ, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് മാത്രമാണ് എനിക്ക് സംസാരിക്കുന്നത്. അല്ലാതെ ഇപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് ഇതുപോലെ പേടിയുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമെന്നല്ലാതെ എനിക്ക് മറ്റുള്ളവർ മുന്നിൽ നിന്ന് പറയാനുള്ള അത്രയ്ക്കുള്ള ധൈര്യമൊന്നും എനിക്ക് ഇതുവരെ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. അതെനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തോ ഭയങ്കര നാണക്കേടാണ്. പിന്നെ ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ റൂമിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് എന്തുകൊണ്ടെങ്കിലും പറയാം. അതുകൊണ്ട് ഇത് ഡിലീറ്റ് ചെയ്യുമോ അതിന് പോസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം ഒരു ഉറപ്പുമില്ല. പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക, ഇന്ന് ബർത്ത്ഡേ ആണ്, ഞാൻ എടുക്കുന്നതേ ഉള്ളൂ വീഡിയോ. എനിക്കറിയത്തില്ല, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്ന് പറയണമെന്ന് തോന്നി, അങ്ങനെ ഞാൻ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ഡൗൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതിൽ പോലും എൻ്റെ ഇച്ഛ എന്നെ അത്രത്തോളം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് ഒരു പ്രാവശ്യം മിസ്കാരേജ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്തെല്ലാം എനിക്ക് അത്രത്തോളം ഞാൻ ഡൗൺ ആയിപ്പോയ സന്ദർഭമായിരുന്നു. 3 മാസത്തിലായിരുന്നു അത് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ OBGയിൽ പഠിച്ച എല്ലാ കണ്ടീഷൻസും എനിക്കുണ്ടല്ലോ. പ്ലാസന്റ പ്രീവിയ, പിന്നെന്താ പറയുക, സർവൈക്കൽ ഇൻകോമ്പീറ്റൻസ്, ഇതെല്ലാം കാരണമാണ് അന്ന് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ കരഞ്ഞിട്ടുമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരും ആരും അതിനെക്കാട്ടി കണ്ടിട്ടില്ല ഞാൻ കരയുന്നതും, അതൊന്നും അവരാരും അറിഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എൻ്റെ ഇച്ചയെ വിളിക്കുമ്പോൾ ഞാൻ ഇതെല്ലാം പറഞ്ഞ് കരയാറുണ്ട്. ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ആ സമയത്ത് നിന്നതും. ഞാൻ അവിടെ റിസൈൻ ചെയ്തിട്ടില്ല, ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചതും ഒക്കെ. അപ്പോഴൊക്കെ എന്നെ, അതിനുശേഷം ഞാൻ റിസൈനൊക്കെ ചെയ്തു. അപ്പോഴൊക്കെ എനിക്ക് അറിയത്തില്ല, എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത് എന്നെ അങ്ങനെ ഇതിന്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്താനോ ഒന്നും പോയിട്ടില്ല. അത് ഇച്ചിരി ഫാമിലി ആയാലും എൻ്റെ ഫാമിലി ആയാലും എല്ലാവരും എനിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. പിന്നെന്താ പറയാ, ഞാൻ ഇന്ന് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ ഫാമിലി ഉൾപ്പെടും. അതുപോലെ തന്നെ ടീച്ചർ എന്നെ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യാം. എനിക്കാണെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഒരാളുടെ ഒരു സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ഭയങ്കര നാണക്കേടാണ്. എനിക്ക് മുന്നോട്ട് എന്താ പറയുക, ഞാൻ എക്സ്ട്രീം ഇൻവേർട്ടറാണ്, അങ്ങനെ തന്നെ പറയാം. ഇൻവേർട്ടറിന്റെ എക്സ്ട്രീം ലെവലാണ് ഞാൻ. എന്നിട്ട് ഇപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ്, എന്നാലും എനിക്ക് എന്നോട് പറയും ഇങ്ങനെ ആൾക്കാർക്കൊക്കെ മിണ്ടണം അങ്ങനെയൊന്നും. അതൊക്കെ എനിക്ക് എന്തൊക്കെയോ എനിക്കൊരു ആ ഒരു കോൺഫിഡൻസ് ലെവൽ എനിക്ക് അങ്ങനെ ഇല്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാനും എനിക്ക് എന്തോ പോലെയാണ്, എനിക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ മാറി വരുമോ, ഇപ്പം കുറേ പഴയതൊന്ന് മാറിയിട്ടുണ്ട്. എങ്കിലും എനിക്ക് എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട്സ്, എനിക്കൊരു സർക്കിളുണ്ട്. ആ സർക്കിളിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഞാൻ ഭയങ്കര, എനിക്കറിയത്തില്ല, അവരുടെ മുന്നിൽ ഞാൻ എന്ത് തമാശയും എന്ത് കോമാളിത്തരങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളവർ അവർ ചോദിക്കും ഞാൻ ജാടയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അതിൽ നിന്നെല്ലാം എന്നെ കുറേ എനിക്ക് ഈ കാണുന്ന എന്നെ ആക്കി മാറ്റിയത് എൻ്റെ ഹസ്ബൻഡാണ്. ഇച്ഛ അതൊക്കെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. പിന്നെ പറയാനാണെങ്കിൽ, ഞാൻ ഇനി എന്തായിട്ടുണ്ടോ എൻ്റെ ലൈഫിൽ, ഞാൻ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ട്, എൻ്റെ ഡ്രീംസ് എന്തൊക്കെയാ, ഞാൻ എൻ്റെ സ്വപ്നങ്ങളെല്ലാം പറയുമല്ലോ നമ്മൾ. അങ്ങനെ പറയുന്ന സമയത്ത് എല്ലാം സപ്പോർട്ടീവായിട്ട് എല്ലാം നമുക്ക് ചെയ്തെടുക്കാം, എല്ലാം നമുക്ക് നേടാം, അതിനിപ്പോൾ എന്താ എന്ന് പറഞ്ഞ് സപ്പോർട്ടീവായിട്ട് എൻ്റെ കൂടെ നിന്ന് അങ്ങനെ എന്നെ അത്രത്തോളം സപ്പോർട്ട് ചെയ്ത്, മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യേണ്ട, ഇപ്പം നമുക്ക് ഫാമിലി കാര്യങ്ങളൊക്കെ മാത്രം മതി എന്ന് പറഞ്ഞ് നിൽക്കുകയല്ല എങ്കിൽ പോലും എൻ്റെ ഡ്രീംസും അതിനിടയിൽ കൂടെ കൊണ്ടുപോകാനും അതെല്ലാം എന്നെ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നതും എല്ലാം എൻ്റെ പുറകെ നിന്ന് എനിക്കറിയാം. എൻ്റെ ജോലിയുടെ ഓരോ പ്രോസസ്സിങ് കാര്യത്തിൽ പോലും ഞാൻ എൻ്റെ
കൺസൾട്ടൻസി അവരെ ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയാണ് എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നതും എല്ലാം. അതായത് എനിക്കെന്തോ ഒരാളുടെ കൂടെ ഇല്ലാതെ ആരും എന്നെ എനിക്കൊരു ഫോഴ്സ് പുറയുന്നില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യവും ചെയ്യത്തില്ല. അതിപ്പം എനിക്ക് വേണ്ടിയിട്ട് ഒരു ചായ കുടിക്കാൻ പോലും ആയാലും എനിക്ക് ആരെങ്കിലും ചായ തന്നാൽ ഞാൻ കുടിക്കില്ല. എനിക്ക് അതിന് നിർബന്ധമില്ല. എനിക്ക് ചായ ഇല്ലാതെയും ജീവിക്കാം, ഞാൻ കുടിക്കാറുമില്ല. ആരെങ്കിലും തന്നാൽ കുടിക്കും, അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു എനിക്ക്. എങ്കിലും അങ്ങനെയുള്ള എന്നെ ഇത്രയും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പോലും വരാൻ കഴിഞ്ഞത് പോലും എൻ്റെ ഈ ഇച്ഛ കാരണമാണ്. അതുകൊണ്ട് ലവ് യു സോ മച്ച്. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. പിന്നെ നമ്മൾ ഇനി മീറ്റ് ചെയ്യുന്നത് വെയിറ്റ് ചെയ്യാണ് ഞാൻ. ഇപ്പൊ ഞാൻ വന്നിട്ടേ ഉള്ളൂ. എങ്കിലും ലവ് യു സോ മച്ച് ഉമ്മ. മിസ് യു. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാ പ്രാർത്ഥനയും ഉണ്ട്. യു ആർ മൈ വണ്ടർഫുൾ ഹസ്ബൻഡ്. ദൈവം തന്നെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ ഇച്ഛയെ തന്നെ പറയും. കാരണം ആസ് എ വൈഫ് എനിക്ക് അറിയത്തില്ല, എൻ്റെ പുള്ളിക്ക് ഞാൻ 100 മാർക്ക് കൊടുക്കും. എൻ്റെ തമാശയിലും എൻ്റെ ദേഷ്യത്തിലും എല്ലാം എന്നെ നന്നായിട്ട് മനസ്സിലാക്കുന്നു. സത്യം പറഞ്ഞാൽ നമ്മളെ ലൈഫിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളാണ് നമുക്ക് ഏറ്റവും ആവശ്യം. നമ്മൾ ലൈഫിൽ നമ്മുടെ കൂടെ ഉള്ള ആൾ നമ്മളെ മനസ്സിലാക്കില്ലെങ്കിൽ നമുക്ക് അതുപോലൊരു വിഷമം വേറെ ഇല്ല. അതുകൊണ്ട് നമുക്ക് നമ്മളെ മനസ്സിലാക്കുന്ന ആൾ തന്നെ എനിക്ക് കിട്ടി. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. ഇന്ന് ഈച്ചയുടെ ബർത്ത്ഡേ ആണ്. ഈച്ചയ്ക്ക് എല്ലാ സന്തോഷവും എല്ലാ ലൈഫിലും ഉണ്ടാവട്ടെ. മിസ് യു സോ മച്ച്. ലവ് യു.